ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഓറിയൻ്റെ വെൻഡോ 7 എന്ന് പറഞ്ഞൊരു റീചാർജബിൾ ഫാനിനെ പറ്റിയിട്ടാണ്. ഞാൻ ഈ ഫാനെ ഓൾറെഡി ആമസോണിൽ നിന്ന് വാങ്ങിച്ച് വെച്ചൊരു ഫാനാണ്. ഇത് ഓൾറെഡി ഞാൻ അൺബോക്സ് ചെയ്ത് നോക്കിയതുമാണ്. അപ്പം ഇതിൻ്റെ കുറച്ച് അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും പറയാനാണ് ഞാൻ ഈ വീഡിയോ മെയിൻലി ചെയ്യുന്നത്. ഇത് ഞാൻ അൺബോക്സ് ചെയ്ത് നോക്കിയപ്പം ഇതിൻ്റെ ഫിറ്റ്മെൻറ്റ് റിലേറ്റഡ് കോമ്പണൻസ് മിസ്സിംഗ് ആയിരുന്നു. അതുകൊണ്ട് ഞാനിത് ആമസോണിലേക്ക് റിട്ടേണിന് വേണ്ടിയിട്ട് അപ്ലൈ ആക്കിയിട്ടുണ്ട്. അവരിതൊന്ന് വന്നെടുക്കും. അപ്പോൾ അതിൻ്റെ മുന്നേ നിങ്ങളെല്ലാവർക്കും ഈ ഫാനൊന്ന് കാണിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. മെയിൻലി ആയിട്ട് ഇതിൻ്റെ ഇഷ്യൂസും ഇതിൻ്റെ അഡ്വാൻറ്റേജസും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാനാണ് ഞാനിത് ഇന്ന് ഈ വീഡിയോ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കിന്ന് ഈ ഫാനിൻ്റെ റിലേറ്റഡ് കാര്യങ്ങളിലേക്ക് കിടക്കാം. ഇതാണ് ഈ ഫാനിൻ്റെ ബേസ്മെൻറ്റ് വരുന്നത്. ഇതിൻ്റെ അകത്ത് 2400 mAh വരുന്നൊരു ബാറ്ററി ഇതിൻ്റെ അകത്ത് ഉണ്ട്. പിന്നെ ഒരു PCB വരുന്നുണ്ട്. പിന്നെ ഒരു LED ലൈറ്റ് വരുന്നുണ്ട്. പിന്നെ അതിന് മെയിൻലി ഇതിൻ്റെ ഗ്രിപ്സാണ് മെയിൻലി പറയാനുള്ളത്. ഇതിൻ്റെ ടേബിളിൽ വെക്കുമ്പോൾ ഇതിന് അത്രയും നല്ല ഗ്രിപ്പായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഈ ബുഷസും അവർ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ പ്രോഡക്റ്റ് ഡീറ്റെയിൽസ് വരുന്നത്. മോഡൽ നെയിം ഓറിയൻ്റ് വെൻഡോ, USB പവർഡ് 5 വാട്ട് 12 വാട്ട് പവർ വരുന്നുണ്ട്. പിന്നെ ബാറ്ററി കപ്പാസിറ്റി 2400 mAh ആണ് വരുന്നത്. ബാറ്ററി റേറ്റഡ് വോൾട്ടേജ് 3.7 വാട്ടും. ഇമ്പോർട്ടഡ് ആൻഡ് മാർക്കറ്റഡ് ബൈ ഓറിയൻ്റ് ഇലക്ട്രിക് ലിമിറ്റഡ്. ഇതാണ് ഇതിൻ്റെ സീരിയൽ നമ്പറും വരുന്നത്. ഇതാണ് ഇതിൻ്റെ ബേസ്മെൻറ്റ്. ഇതും നമ്മുടെ ബോക്സിൽ അവർ സൈഡിലായിട്ട് വെച്ചിട്ടുണ്ടാവും. ഇത് അതിൻ്റെ അപ്പുറത്തെ സൈഡിലായിട്ടും ഈ ഫാനിൻ്റെ ഈ യൂണിറ്റും വെച്ചിട്ടുണ്ടാവും. ഇതിൻ്റെ സ്റ്റെമ്മ്, ഇതാണ് ഇതിൻ്റെ സ്റ്റെമ്മ് വരുന്നത്. പിന്നെ ഇതിനൊരു USB-C ടൈപ്പ് C to A USB കേബിൾ വരുന്നുണ്ട്. പിന്നെ ഇതിനൊരു വർഷത്തെ ഒരു വാറണ്ടി കാർഡും ഈ ബോക്സിലുള്ളതാണ്. പിന്നെ ഇതിൻ്റെ യൂസർ മാനുവൽ അല്ലെങ്കിൽ യൂസർ ഗൈഡ് ഇതിൻ്റെ അകത്ത് അവർ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. പക്ഷേങ്കിൽ ഇതിൻ്റെ യൂസർ ഗൈഡിലൊന്നും ഇത്ര കൃത്യമായിട്ട് ഇതിൻ്റെ ഫിറ്റ്മെൻറ്റ് എന്താണെന്ന് അവർ പറഞ്ഞിരുന്നൊന്നുമില്ല. ജസ്റ്റ് നമ്മളെ പ്രോഡക്റ്റ് നല്ല പ്രോഡക്റ്റ് ആണെങ്കിൽ നമ്മുടെ യുക്തി പോലെ നമ്മളിത് ഫിറ്റ് ചെയ്യാമെന്നാണ് ഞാൻ പറയുന്നത്. എന്താ വെച്ചാൽ ഇതിൻ്റെ അത്ര അവർ ഡീറ്റെയിൽസ് ഇതിന് കൊടുക്കുന്നില്ല. ഇതിൻ്റെ മെയിൻ ഇഷ്യൂസ് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. ഇതാണ് ഇതിൻ്റെ സ്റ്റെമ്മ് വരുന്നത്. ഈ സ്റ്റെമ്മിന് ചില ഇഷ്യൂസ് ഉണ്ട്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഓൾറെഡി ആരോ അൺബോക്സ് ചെയ്തിട്ട് ഇത് യൂസ് ചെയ്യാൻ ശ്രമിച്ച ഒരു പ്രോഡക്റ്റാണ് എനിക്ക് കിട്ടിയതാണ്. ഏകദേശം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പച്ചയിൽ പറയുക റീഫർബിഷ്ഡാണിത്. എന്താ വെച്ചാൽ ഇതിന് കുറേ മാർക്കുണ്ട്, സ്ക്രാച്ചസ് കാണുന്നുണ്ട്. നിലവിൽ കണ്ടമാനം സ്ക്രാച്ചസ് കാണുന്നുണ്ട്. ഇവിടെ ഒരു പൊട്ടുണ്ട്. അങ്ങനെ കുറേ ഇത് കാണുന്നുണ്ട്. ഇതിൻ്റെ മെയിൻലി ഇതിൻ്റെ സ്ക്രാച്ചസ് ആണ് ഇതിൻ്റെ ഹൈലൈറ്റ്. ഇതൊക്കെ ഇതിൻ്റെ സ്ക്രാച്ചസ്. ഇത് ആരോ ഫിറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ട് നടക്കാത്തതിനെ കൊണ്ട് അവരിട്ടേച്ച് അവരവസാനം റിട്ടേൺ ചെയ്ത് അവസാനം ഞാനിത് വാങ്ങി എൻ്റെ കയ്യിലെത്തി. അങ്ങനെയാണ് ഇതിൻ്റെ കാര്യം വരുന്നത്. ഇതേപോലത്തെ ഒരു വൈറ്റ് ബുഷ് ഇവിടെയും വരും. പിന്നെ ഇതിൻ്റെ ഫിറ്റ്മെൻറ്റ് ഇങ്ങനെയൊന്നല്ല. ഈ ഫാനിൻ്റെ ഈ സ്റ്റമ്മിൻ്റെ അകത്ത് ഈ പോർഷനില്ലേ, ഈ പോർഷനും ഇതിൻ്റെ അകത്തേക്ക് അമർത്തി വെച്ചിട്ടാണ് ഇതിൻ്റെ ഫിറ്റ്മെൻറ്റ് വരുന്നത്. പക്ഷേങ്കിൽ ഇത് ഓൾറെഡി ഇങ്ങനെ അമർന്നിട്ടാണ് എനിക്ക് കിട്ടിയത്. പക്ഷേ ഇത് വേറെ തന്നെ ഒരു കോമ്പണൻ്റ് ആയിട്ട് ഇത് വേറെ തന്നെ ഒരു പാർട്ടാണ്. ഇത് ഇത്ര വരെ ഉണ്ടാവും ഈ പോർഷൻ ഈ ഫാനിൽ ഇങ്ങനെ ഫിക്സ് ആയിട്ട് ഇവിടെ വരെ ഇതാക്കിയിട്ട് ഇത് ജസ്റ്റ് ഈ പൈപ്പ് അമർത്തി കൊടുക്കേണ്ട രീതിയിലാണ് വരിക. അപ്പോൾ ഈ വയറ് വരുന്നത് ഏകദേശം ഇവിടെ ഈ സൈഡിൽ ഇതിലായിരിക്കും. പക്ഷേ ഇങ്ങനത്തെ സ്ഥിതിയിൽ കിട്ടിയ എന്താ, നമുക്ക് ഈ കപ്ലർ ഈ വയറും കൂടെ ചുരുട്ടിയിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റാൻ പറ്റില്ല. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റിയാലേ ഇങ്ങനെ ഫിക്സ് ചെയ്യാൻ ഇത് പറ്റും. ഇത് ഈ ഉള്ളിലായിട്ടും ഈ ഫാൻ ഇങ്ങനെയായിട്ടും നേരെയാണ് ഇത് വരുന്നത്. പക്ഷേ ഇത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇതിന് ഹോളും ഇല്ല, ഒന്നുമില്ല. പക്ഷേ ഇത് വേറെ തന്നെ ഒരു കോമ്പണൻ്റാണ്. ഇത് എടുക്കാനും പറ്റുന്നില്ല. അങ്ങനെ ഒരു തുപ്പാനും ഇറക്കാനും പറ്റാത്തൊരു സ്ഥിതിയിലാണ് ഈ ഫാനിൻ്റെ കാര്യത്തിൽ വന്നത്. അപ്പോൾ ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ പിന്നെ അവർ കാര്യമായിട്ടുള്ള പ്രോഡക്റ്റ് ഡീറ്റെയിൽസ് തന്നിട്ടുമില്ല. അപ്പോൾ ഇത് ഇൻസ്റ്റാളിങ് വളരെ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഞാനിതിൻ്റെ സ്പെക്ക് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഈ ഫാന് ഓൾറൗണ്ട് നോക്കുകയാണെങ്കിൽ നിങ്ങളെ കയ്യിൽ ഈ പ്രോഡക്റ്റ് നല്ല വൃത്തിയിൽ കിട്ടുകയാണെങ്കിൽ ഇത് യൂസ്ഫുൾ ആയിരിക്കും. ഇതിന് ഏകദേശം 3 ലെവൽ സ്പീഡാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. 3 മോഡാണ് ഇതിൻ്റെ സ്പീഡ് ലെവൽ വരുന്നത്. ഇതിൻ്റെ ഇപ്പം ഈ ഭാഗം ഇതാണ് ഇതിൻ്റെ മെയിൻ ഭാഗം. ഇതിൻ്റെ മെയിൻ ഭാഗം എന്ന് വെച്ചാൽ ലീഫ്, മോട്ടർ, കേസിങ്, ഹൗസിങ്. ഇത് ഓൾമോസ്റ്റ് ഓറിയൻ്റ് ഉണ്ടാക്കി നല്ല ക്വാളിറ്റിയിലാണ് അവർ ഇതിൻ്റെ ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്തത്.
ഇതിൻ്റെ ഗ്രില്ല് നമുക്ക് വേണമെങ്കിൽ ക്ലീൻ ആക്കാൻ പറ്റും. ഇത് അഴിച്ചിട്ട് ഗ്രില്ല് അഴിക്കേണ്ട വിധം ഞാൻ പറഞ്ഞുതരാം. ഇതിന് നിങ്ങൾ ഈ സ്ക്രൂ കണ്ടില്ലേ, ഈ സ്ക്രൂ നമ്മൾ സ്റ്റാർ സ്ക്രൂ ഡ്രൈവറാണ് നമ്മൾ യൂസ് ചെയ്യുക. ഈ സ്റ്റാർ സ്ക്രൂ ഡ്രൈവർ വെച്ച് ഇത് ലൂസാക്കി കഴിഞ്ഞാൽ അഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഗ്രില്ല് നമുക്ക് അഴിക്കാൻ പറ്റും. ഇങ്ങോട്ടേക്ക് തിരിച്ചിട്ടുണ്ടെങ്കിൽ ഈ കേസ് ഇങ്ങനെ തിരിച്ചിട്ടുണ്ടെങ്കിൽ ഈ കേസ് ഊരി വരും. എന്നിട്ട് ഈ ഫാനിൻ്റെ എന്താ പറയുക, ഈ ലീഫ് നമുക്കിങ്ങനെ പ്ലക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്കത് എടുക്കാൻ പറ്റും. എന്നിട്ട് അത് നമ്മൾ ലീഫ് ക്ലീൻ ചെയ്ത് അതേപോലെ പ്രസ് ഫിറ്റ് ചെയ്തിട്ട് ഇത് ഇങ്ങോട്ട് തിരിച്ച് വെച്ച് ഇത് ലോക്കായി. എന്നിട്ട് ഈ സ്ക്രൂ ഇട്ടിട്ട് മുറുക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ക്ലീനിങ് പ്രോസസ്സ് കഴിയും. അപ്പോൾ അത്രയും ഈസി ഫിറ്റ്മെൻറ്റൊക്കെയാണ് ഇവരിത് പ്രൊവൈഡ് ചെയ്ത്, നല്ല ഫിറ്റ്മെൻറ്റാണ് പ്രൊവൈഡ് ചെയ്ത്. ഇതാണ് ഇതിൻ്റെ സ്ക്രൂ വരുന്നത്. ഓറിയൻ്റിൻ്റെ ലോഗോ ഉണ്ട്, അവരുടെ ലോഗോ വരുന്നുണ്ട്. അങ്ങനെയാണ് ഇതിൻ്റെ ഫിറ്റ്മെൻറ്റും കാര്യങ്ങളും വരുന്നത്. ഓൾമോസ്റ്റ് ഇത് നല്ല ക്വാളിറ്റിയാണ് അവരിത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ഗ്രില്ലാണെങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് അവരിത് പ്രൊവൈഡ് ചെയ്തത്. ഇപ്പോൾ ബേസ് ആണെങ്കിലും നല്ല ക്വാളിറ്റി പ്ലാസ്റ്റിക് തന്നെയാണ് അവർ യൂസ് ചെയ്തത്. നല്ല ഹാർഡ് പ്ലാസ്റ്റിക് തന്നെയാണ് അവർ യൂസ് ചെയ്തത്. ഏകദേശം നല്ല ഹാർഡ് പ്ലാസ്റ്റിക് തന്നെയാണ് അവർ യൂസ് ചെയ്തത്. ഇതിൻ്റെ ബാക്ക് ഭാഗമാണെങ്കിലും ഇതിൻ്റെ ബുഷസ് ആണെങ്കിലും ആൻറ്റി ഗ്രിപ്സ് ഒക്കെ ആണെങ്കിലും നല്ല ക്വാളിറ്റിയാണ് അവർ ഇതിന് യൂസ് ചെയ്തത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി സാധനങ്ങളാണ് ഇത് യൂസ് ചെയ്തത്. ഇതാണ് ഇതിൻ്റെ കപ്ലർ വരുന്നത്. ഇതിൻ്റെ മെയിൽ കപ്ലറും ഇതിൻ്റെ ഫീമെയിൽ കപ്ലറുമാണ്. അപ്പം ഇതൊക്കെ ഓൾറെഡി ഇപ്പോൾ ഇതിൻ്റെ സ്റ്റെമ്മൊക്കെ പെർഫെക്റ്റ് ആണെങ്കിൽ നമുക്കിത് പ്രസ് ചെയ്ത് ആ സ്റ്റെമ്മ് പിടിപ്പിച്ച് ഈ വയറും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിലായിട്ട് നല്ലൊരു ഫിനിഷിങ്ങിലായിരുന്നു ഈ ഫാൻ. ഇങ്ങനത്തെ രൂപത്തിൽ നല്ല ഫിനിഷിങ്ങിലായിരുന്നു വരിക. പക്ഷേ ഇതിപ്പോൾ എന്തോ ഭാഗ്യം ഇല്ലാത്തതിനെ കൊണ്ട് എനിക്ക് വന്ന പ്രോഡക്റ്റ് ഇങ്ങനത്തെ ഒരു റീഫർബിഷ്ഡ് പ്രോഡക്റ്റ് ആയിപ്പോയി. ഞാൻ അത്രയും ആശിച്ച് വാങ്ങിയൊരു ഫാനായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ യൂസേജ് ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ ചാർജിങ് ഇൻഡിക്കേറ്ററാണ്. ഇതിപ്പോൾ നമ്മളിപ്പോൾ ചാർജ് കുത്തിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ റെഡ് ആയിരിക്കും കാണിക്കുക, അത് പച്ച വന്നാലാണ് ഫുൾ ചാർജ് ആയി എന്ന് കാണിക്കുക. അത് ഏകദേശം ഒരു 4 മണിക്കൂർ, ഒരു 3 to 4 മണിക്കൂർ നമ്മൾ ചാർജ് ചെയ്ത് ഫുൾ ചാർജ് ആവും. പിന്നെ നമുക്കൊരു 10 മണിക്കൂർ ഇത് യൂസ് ചെയ്യാമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. ഇതിൻ്റെ ഒരു ചെറിയൊരു മിനി ഒരു എമർജൻസി പോലെ നമുക്ക് യൂസ് ചെയ്യാം. എന്തെങ്കിലും എഴുതാനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കറണ്ട് പോയാൽ നമുക്ക് യൂസ് ചെയ്യാം. മെയിൻലി ഇതിൻ്റെ ഈ ഫാനിൻ്റെ പർപ്പസ് എന്താ, ലോക്ക് ഷെഡിങ് വന്നാൽ നമുക്കിത് യൂസ് ചെയ്യാം. അല്ലാണ്ട് ഇതിനെക്കൊണ്ട് ഉപകാരമില്ല. അത്രയും നല്ല ചൂടിൽ ഒരു ചെറിയൊരു പേപ്പർ വീശുന്ന ഒരു കംഫർട്ട് ഇത് തരും, ഒരു റിലീഫ് നമുക്ക് തരും. പിന്നെ ഇതൊന്നും കൂടെ അമർത്തിയാൽ ഇതൊന്നും ഡിമ്മാവും ലൈറ്റ്. പിന്നെ ഇത് ഓഫ്. ഈ ഫാൻ്റെ ഓൺ എങ്ങനെ വരുന്നത് വെച്ചാൽ ഈ ഫാൻ്റെ ഈ ബട്ടൺ ആണ്. അപ്പോൾ ഇത് ഓണായി. ഇതിപ്പം ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റേജിലുള്ള സ്പീഡാണ്, ലെവൽ 1 സ്പീഡാണ് ഇത് വരുന്നത്. അപ്പോൾ ഒരു ബ്ലൂ കളറിലുള്ള ഒരു ലൈറ്റ് കത്തുന്നുണ്ട്. പിന്നെ സെക്കൻഡ് അമർത്തിയാൽ എന്താ, ഒരു ഗ്രീൻ കളർ വന്നു. സോറി, റെഡ് അല്ല, ഗ്രീൻ കളർ വന്നു. അപ്പോൾ കുറച്ചും കൂടെ സ്പീഡായി. സെക്കൻഡ് ലെവൽ സ്പീഡാണ്. തേർഡ് ലെവൽ കാണിച്ചാൽ ഒരു സ്കൈ ബ്ലൂ കളറിലൊരു ഇൻഡിക്കേഷൻ കത്തി. അപ്പോൾ ഇത് തേർഡ് ലെവൽ സ്പീഡാണ്, കുറച്ചും കൂടെ സ്പീഡായി. ഇതിപ്പോൾ ചാർജ് ഓൾമോസ്റ്റ് ഇതിപ്പോൾ ഞാൻ അൺബോക്സ് ചെയ്തതിനെ കൊണ്ട് ഫാക്ടറിയിൽ നിന്ന് വരുമ്പോൾ എങ്ങനെയായാലും മോസ്റ്റ് പ്രോബ്ലി ഇതിനകത്ത് ചാർജ് കുറവായിരിക്കും. അപ്പോൾ ഒന്ന് കുത്തിയിട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഫാനിന് സ്പീഡ് ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇതിൽ പൈസയ്ക്കല്ല കാറ്റില്ല. എന്തായാലും നമുക്ക് അത്രയും റിലീഫ് വേണമെങ്കിൽ വണ്ടിയിലോ അല്ലെങ്കിൽ ലോക്ക് ഷെഡിങ്ങിലോ ഇത് യൂസ് ചെയ്യാം. അത് ഇതിനെക്കൊണ്ടുള്ള മെച്ചല്ലോ. അല്ലാണ്ട് ഇതിന് പൈസയ്ക്ക് വേർത്താണോ എന്ന് ചോദിച്ചാൽ വേർത്തല്ല എന്ന് ഞാൻ പറയും. ഓൾമോസ്റ്റ് ഇത് ഇങ്ങനെ കാണുമ്പോൾ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് തോന്നും. ഓഫ് ഇങ്ങനെ അമർത്തി കൊടുത്താൽ ഇത് ഓഫായി. അങ്ങനെയാണ് ഇതിൻ്റെ ഓൺ ഓഫ് സിസ്റ്റം വരുന്നത്. പിന്നെ ഇതിൻ്റെ ചാർജിങ് പോർട്ട് കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ ചാർജിങ് പോർട്ട്. 5 വോട്ടിൻ്റെ ഒരു ടൈപ്പ് സി ചാർജിങ് പോർട്ടാണ് ഇതിന് കൊടുക്കുന്നത്. ഇതാണ് ഇതിൻ്റെ കേബിൾ വരുന്നത്. C to A ടൈപ്പ് കേബിളാണ് വരുന്നത്. കേബിളൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലെ കേബിൾ തന്നെയാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. നല്ല കേബിളാണ് അവർ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതാണ് ഇതിൻ്റെ സ്റ്റെമ്മ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതാണ് ഇതിൻ്റെ സ്റ്റെമ്മ്. ഇതിൻ്റെ ഈ വൈറ്റ് കപ്ലറാണ് ഇതിൻ്റെ മിസ്സിങ്. ഇതിൻ്റെ ഫിറ്റ്മെൻറ്റ് പ്രോഡക്ട്സ് മിസ്സിങ് അതിനെക്കൊണ്ടാണ് ഓൾമോസ്റ്റ് ഞാനിത് റിട്ടേൺ ചെയ്യാൻ കാരണം. പിന്നെ ഇതിൻ്റെ നേരിയ സ്ക്രാച്ചസ് കാണാം. ഇതൊക്കെ ഓൾറെഡി ആരോ ഫിറ്റ് ചെയ്യാൻ ശ്രമിച്ചതിനെ കൊണ്ടാണ് ഈ സ്ക്രാച്ചസ് ഒക്കെ കാണുന്നത്. അതൊക്കെ കാരണം കൊണ്ടാണ് ഞാനിത് അയക്കാൻ തീരുമാനിക്കുന്നത്.
ഇതിപ്പോൾ ബോക്സിൽ വരുമ്പം ഇത് സെപ്പറേറ്റ് പാർട്ടായിട്ടാണ് വരിക. ഇത് നമ്മൾ എപ്പോഴും നമ്മൾ അഴിച്ചിട്ടാണ് ഓൾറെഡി അവർ ഇതിൻ്റെ അകത്ത് വെക്കുക. ഇത് വേറെ തന്നെ ഒരു യൂണിറ്റായിട്ടാണ് വരിക. അപ്പോൾ ഇത് നമ്മളിത് അയക്കുകയാണ് ചെയ്യുക. സാധാരണ ഇത് അയച്ചിട്ട് വെക്കുകയാണ് ചെയ്യുക. ഇത് ബോക്സിലുണ്ടാകുമ്പോൾ ഇത് ഇതേപോലെ അറ്റാച്ച് ചെയ്ത രീതിയിലായിരിക്കില്ല ഈ വയറുണ്ടാവുക. ഇതാണ് ഇതിൻ്റെ ഫീമെയിൽ കണക്ടർ കപ്ലർ വരുന്നത്. ഇത് എന്നിട്ട് ഈ മെയിൽ കപ്ലറിലേക്ക് നമ്മൾ കണക്ട് ചെയ്യും. അങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യിക്കുന്നത്. ഇത് എന്നിട്ട് ഇത് സാധാരണ അത് ഫുൾ ഓക്കെ ആണെങ്കിൽ നമുക്ക് ഈ വയറൊക്കെ ഫുൾ ഇതാക്കിയിട്ട് ഇതിങ്ങനെ എന്താ പറയുക, പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഫിറ്റായി. പിന്നെ ഈ ഞാൻ പറഞ്ഞില്ല ഈ പോർഷൻ വേറെ തന്നെ ഒരു യൂണിറ്റ് ആയിട്ടാണ് വരുന്നത്. ഇത് എടുക്കാൻ പറ്റുന്നില്ല, ഇതിനകത്ത് സ്റ്റക്കായി കിടക്കുകയാണ്. ഇത് ശരിക്കും ഈ ഫാനിൽ ഇങ്ങനെ അറ്റാച്ച് ആയിട്ട് ഇങ്ങനെ വരേണ്ടതായിരുന്നു. ഫാന് ഇങ്ങനെ നമുക്ക് ഫിറ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഫാനായിരുന്നു ഇത്. പക്ഷേ ഇതിൻ്റെ കോമ്പണൻസ് കുറച്ച് മിസ്സിങ് ആയതിനെ കൊണ്ട് നമുക്കിതിന് പറ്റൂല. അതുകൊണ്ടാണ് ഇത് ഞാൻ തിരിച്ചയക്കുന്നത്. ഈ വയറൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോകേണ്ടതാണ്. പക്ഷെ ഈ വയർ ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോകാൻ പറ്റില്ല. അതാണ് എനിക്കിത് മനസ്സിലായത്. ഇതിൻ്റെ പാർട്ട് ഇങ്ങനെയല്ല ഇത് വയർ പോകേണ്ടത്, ഇതിലേക്ക് ഉള്ളൂല. അപ്പോൾ ഇതിൻ്റെ ഫിറ്റ്മെൻ്റ് വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ സ്റ്റമ്മിൻ്റെ ഇഷ്യൂ കാരണമാണ് ഈ ഫാൻ ഇപ്പോൾ ഫിറ്റ് ചെയ്യാൻ പറ്റാത്തത്. ഈ സാധനം നമുക്ക് എടുക്കാൻ പറ്റും, പക്ഷേ ഇത് എടുക്കാൻ പറ്റുന്നില്ല. ഇതിൻ്റെ ഉള്ളിൽ കാണാം ഇത് വേറെ തന്നെ ഒരു യൂണിറ്റ് ആയിട്ടാണ് വരുന്നത്. ഇതിൻ്റെ യൂസർ മാനുവലിൽ ഇവർ ജസ്റ്റ് എന്താ പറയുക, ഇതിൻ്റെ യൂസേജ്, ഇതിൻ്റെ ഫിറ്റിങ് കണ്ടോ, ഇത് ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിൻ്റെ ഒരു ചെറിയൊരു നെക്ക് വരുന്നുണ്ടല്ലേ, ചെറിയൊരു നെക്ക് വരുന്നുണ്ട്. എന്നിട്ട് ഈ സ്റ്റമ്മ് ജസ്റ്റ് ഫിറ്റ് ചെയ്യുക. പക്ഷെ നമ്മളെ കേസിൽ എന്താ, ഈ നെക്കടക്കം ഉള്ളിൽ പോയി കിടക്കുകയാണ്. ഇത് നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇത് റോങ് ഇൻസ്റ്റാളിങ് ആണ്. ഇതിൻ്റെ മുന്നേ എല്ലാം ഓണർ ചെയ്ത് ചിലപ്പോൾ അവരുടെ അടുത്ത് മിസ്സായതായിരിക്കും. അപ്പോൾ ഇത് റീഫർബിഷ്ഡായി തരുമ്പം നമുക്കത് കിട്ടിയില്ല. ഇതാണ് ഫാൻ ക്ലീൻ ചെയ്യേണ്ട വിധമാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ഗ്രില്ലയച്ച് ഈ ലീഫ് നമുക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പുറത്തേക്ക് പോരും. എന്നിട്ട് അതേപോലെ തിരിച്ച് പ്രസ് ചെയ്താൽ ഇത് നമുക്ക് യൂസ് ചെയ്യാനും പറ്റും. അതൊക്കെയാണ് ഈ പ്രോഡക്റ്റിൻ്റെ മെയിൻലിയുള്ള ഡീറ്റെയിൽസ് വരുന്നത്. ഇത് ഓൾമോസ്റ്റ് എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പം 10 ഔട്ട് ഓഫ് 6 കൊടുക്കുക ഈ ഫാനിന്. അല്ലാണ്ട് 10 ഔട്ട് ഓഫ് 10 ഒന്നും കൊടുക്കാനുള്ള സാധനമില്ല ഇത്. ഓറിയൻറ്റിൽ നമുക്കറിയാം പണ്ട് മുതലേ ഏകദേശം 87 ആൾക്കാർ ഫാനിനൊക്കെ യൂസ് ചെയ്ത് തുടങ്ങിയതാണ്. ഓറിയൻറ്റിൻ്റെ 80s അത്രയും നല്ല പ്രോഡക്റ്റാണ് വരുന്നത് ഓറിയൻറ്റിൻ്റെ. ഏകദേശം പഴയ സീലിംഗ് ഫാനൊക്കെ, പഴയ ആർമേച്ചർ ഫാനൊക്കെ നല്ല അടിപൊളി ഫാനാണ്. നല്ല വെയിറ്റിൽ ഫാന്, നല്ല മോട്ടറും കാര്യങ്ങളും, ഒറിജിനൽ കോപ്പർ വൈൻഡിങ് ഒക്കെ ആയിരുന്നു അവർ ചെയ്യുന്നത്. അപ്പോൾ ആ ട്രസ്റ്റിൻ്റെ പേരിലാണ് ഞാൻ ഈ പോർട്ടബിൾ ഫാൻ എടുത്തത്. എന്താ, ഓറിയൻ്റ് ആണ് എന്നുള്ള കാരണം. ആ ഓറിയൻ്റ് എന്ന് പറഞ്ഞാൽ ബ്രാൻഡ് വാല്യൂവിൻ്റെ പിന്നാലെ പോയിട്ടാണ് ഞാനിത് വാങ്ങിച്ചത്. ഇതിൻ്റെ മേക്ക് വരുന്നത് സാക്ഷാൽ നമ്മളെ ചൈനയിൽ നിന്നാണ്. അവർ ചൈനയിലേക്ക് ഇത് കൊടുത്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. കൺട്രി ഒറിജിൻ വരുന്നത് ചൈനീസ് പ്രോഡക്റ്റാണ് ഇത് വരുന്നത്. ഇതിൻ്റെ MRP ഇതിൻ്റെ അകത്ത് ഏകദേശം വരുന്നത് 3000 രൂപയാണ്. മാനുഫാക്ചറിങ് മന്ത് ഇയറൊക്കെ 6-ാം മാസം 2025 ഇത് ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ നെറ്റ് വെയിറ്റ് വരുന്നത് 750 ഗ്രാം. പ്രോഡക്റ്റ് ഡൈമെൻഷൻ വരുന്നത് 222 × 177 × 351 mm ആണ് വരുന്നത്. ബാറ്ററി ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി 2400 mAh. ബോക്സ് കണ്ടൻറ്റിൽ DC കേബിൾ, പിന്നെ ഇൻസ്ട്രക്ഷൻ മാനുവൽ, വാറണ്ടി കാർഡ് ഒക്കെ വരുന്നുണ്ട്. DC കേബിൾ എന്ന് വെച്ചാൽ നമ്മളെ പിന്നെ എന്താ പറയുക, USB Type C to A കേബിളാണ് വരുന്നത്. ഇതാണ് ഇതിൻ്റെ കോഡും കാര്യങ്ങളൊക്കെ. ഇതിൻ്റെ വാറണ്ടി നമുക്ക് ക്ലെയിം ചെയ്യാനുള്ള QR ആണ് വരുന്നത്. ഇതിൻ്റെ ജനറിക് നെയിം ഇതാ, ഇലക്ട്രിക് ഫാൻ ഡെസ്ക് ടൈപ്പ് 5 watt DC. ഇതാണ് ഇതിൻ്റെ ജനറിക് നെയിം വരുന്നത്.
അതൊക്കെയാണ് ഓൾമോസ്റ്റ് ഈ ബോക്സിൽ അവർ പ്രൊവൈഡ് ചെയ്ത ഡീറ്റെയിൽ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി 3 സ്പീഡിൻ്റെ മോഡാണുള്ളത്. സ്ട്രോങ് എയർ ഫ്ലോ എന്നൊക്കെ അവർ പറയുന്നുണ്ട്, പക്ഷേ അത്ര സ്ട്രോങ് എയർ ഫ്ലോ ഒന്നല്ല അത് പ്രൊവൈഡ് ചെയ്യുന്നത്. ജസ്റ്റ് നമുക്ക് ഒരു പവർ ഷട്ട് ഡൗൺ ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ വീട്ടിലിപ്പോൾ ലോക്ക് ഷെഡിങ്ങോ അല്ലെങ്കിൽ പവർ കട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് വയസ്സായവർക്കും കുട്ടികൾക്കൊക്കെ ചൂട് സഹിക്കാൻ പറ്റുന്നില്ല. നമുക്ക് തന്നെ ഇപ്പോൾ നമ്മൾ ഈ വെതർ വെച്ചിട്ട് നമുക്ക് ഏകദേശം നമുക്ക് ചൂട് സഹിക്കാൻ പറ്റാത്ത സിറ്റുവേഷനാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ അന്നേരം നമുക്ക് കുറച്ച് റിലീഫിന് വേണ്ടിയിട്ട് ഈ ഫാൻ യൂസ് ചെയ്യുക, അത് യൂസ്ഫുള്ളാണ്. പിന്നെ ഡ്രസ്സിങ് ടേബിൾ നമുക്ക് യൂസ് ചെയ്യുക, പിന്നെ നമുക്ക് വണ്ടികളിൽ യൂസ് ചെയ്യുക. ഏകദേശം പഴയ ജീപ്പിലൊക്കെ വേണമെങ്കിൽ വെക്കാനൊക്കെ പറ്റും ഓൾട്ടർ ചെയ്തിട്ട്. അല്ലാണ്ട് ഇതിന് കൊണ്ട് അത്ര അത്യാവശ്യം എനിക്ക് തോന്നുന്നില്ല, ഇതിനെ കൊണ്ട് വലിയ മെച്ചമായിട്ടും തോന്നുന്നില്ല. ഫാൻ ഓൾമോസ്റ്റ് നമുക്ക് യൂസ് ചെയ്യാം. അല്ലാണ്ട് ഇത് ഈ പൈസയ്ക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ്, ഇത് അടിപൊളിയാണ് എന്നൊന്നും ഞാൻ പറയില്ല. പക്ഷെ ഇത് കൊള്ളാം. എനിക്ക് ഈ 2 പാർട്ട് എനിക്ക് വളരെ ഇഷ്ടമായി. ഇതിൻ്റെ എന്താ പറയുക, ബാക്കി ഈ പാർട്ട് ഈ കോമ്പണൻ്റ് എനിക്ക് തീരെ ഇഷ്ടമായില്ല. ജസ്റ്റ് ഇതൊരു ലോക്കൽ PVC പൈപ്പിൻ്റെ ക്വാളിറ്റി പോലും ഇതിനില്ല. അങ്ങനത്തെ രീതിയിലാണ് അവർ മെയ്ഡ് ചെയ്തത്. ഇത് പ്രസ് ചെയ്തിട്ട് ഇത് എടുക്കാനും പറ്റുന്നില്ല. അതാണ് എനിക്ക് ഓറഞ്ചിനോടുള്ളൊരു വിഷമം വന്ന്. ബാക്കി ഈ പ്രോഡക്റ്റ് ഓൾമോസ്റ്റ് ഗുഡാണ്. ഇത് നമുക്ക് അത്രയും ചൂടുള്ള സമയത്ത് കറണ്ട് പോകുമ്പോൾ ഒരു കാറ്റ് വീശി പേപ്പർ വീശിയിരിക്കുന്നതിൻ്റെ പകരം നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. നമുക്കിത് ഒരു 5 to 6 hours നമുക്കിത് എന്ത് ചെയ്യാം, നമുക്ക് റിലീഫായിട്ട് ഇത് യൂസ് ചെയ്യാം. എങ്ങനെയായാലും 5 to 6 hours ഇത് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യും. ഒരു 3 മോഡ് സ്പീഡിലാണെങ്കിലും വർക്ക് ചെയ്യും. 1 സ്പീഡിലും 2 സ്പീഡിലൊന്നും ഇട്ടിട്ട് വലിയ കാര്യമില്ല. 3 തന്നെ ഇടുന്നത് മാക്സിമം. എന്നാൽ ഇതിൻ്റെ കാറ്റുണ്ടാവും. ഇതിനകത്ത് ബ്രഷ്ലെസ് മോട്ടറാണ് വരുന്നത്. ഇതാണ് ഇതിൻ്റെ മോട്ടറിൻ്റെ ബാക്ക് വശം കാണുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാനിതിൻ്റെ ഫ്ലാഷ് ഓണാക്കി തരാം, എന്നാൽ നിങ്ങൾ കുറച്ചും കൂടി ക്ലാരിറ്റിയിൽ കാണാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ മോട്ടോർ വരുന്നത്. മോട്ടോർ വയർ അവിടെ അറ്റാച്ച് ചെയ്ത് സ്ക്രൂ ചെയ്താണ്. നമ്മൾ വലിക്കുമ്പോൾ ഒന്ന് സോൾഡറിങ് ഒന്ന് വിട്ട് പോരാണ്ടിരിക്കാനാണ് ആ സ്ക്രൂ ഇട്ടിട്ട്. ഓക്കെ ഫ്രണ്ട്സ്, എനിക്ക് ഇത്രയും കാര്യങ്ങളാണ് ഈ ഫാനിനെ പറ്റിയെന്ന് പറയാനുള്ളത്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ കൺക്ലൂഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പം ഇതൊക്കെയാണ് ഈ ഫാനിൻ്റെ കാര്യങ്ങൾ. ഇതിൻ്റെ അഡ്വാൻറ്റേജ് ഞാൻ പറഞ്ഞതല്ലോ, ഇതൊക്കെയാണ്. ഡിസ്അഡ്വാൻറ്റേജ് ചാർജ് പെട്ടെന്ന് ഇറങ്ങുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനൊരു 1 hour യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ബോക്സ് ഔട്ട് ഓഫ് ദ ബോക്സിലെ ചാർജ് വെച്ചിട്ടാണ് ഞാൻ യൂസ് ചെയ്തത്, അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഈ ഫാനിന് വലിപ്പത്തിന് അത്ര സ്പീഡില്ല, കാറ്റുമില്ല. പിന്നെ ക്വാളിറ്റി സ്വല്പം കുറവാണ്. അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ്, താങ്ക് യു സോ മച്ച്. എൻ്റെ വീഡിയോ കണ്ടതിന് നന്ദി.